ലെജൻസിൻ്റെ ചില പാട്ടുകളിലൊക്കെ കാണുന്ന ചേഞ്ച് ഓവേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നായിരുന്നു, രഞ്ജിൻ എങ്ങനെയായിരിക്കും ഈ ഡിസിഷൻ എടുത്തത്? ഇവിടെ ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് കയറ്റിയിട്ട് ഇറക്കാമെന്നൊക്കെയുള്ള ഡിസിഷൻ ഇത് എല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് ചേട്ടാ. ഞാൻ ഇന്നേ വരെ ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടില്ല. ഒരു പാട്ടിനും ഇന്ന ഡിസിഷൻ, ഇന്ന പാട്ടിൽ ഹൈപ്പിൽ പോയിട്ട് ഇവിടെ വരണം എന്നൊന്നും ചിന്തിക്കില്ല. ഇറ്റ്സ് ഓൾ കമ്മിങ് ഓട്ടോമാറ്റിക്കലി. ബൈ ഡിഫോൾട്ടായിട്ട് എൻ്റെ തലയിലുള്ള മ്യൂസിക് മാത്രമേ എൻ്റെ സിനിമയിൽ കൂടെ വന്നിട്ടുള്ളൂ. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഇരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ഈ അടുത്ത കാലത്ത് ക്യൂൻ എലിസബത്തിലെ പൂക്കളെ വാനിലെ പനിനീർ പൂവുകളെ പകലിൻ നോവുകളെ എന്ന് പറയുന്ന ശിവചേട്ടൻ്റെ വരികളുണ്ട്. ആ വരികൾ നല്ല രസമായിട്ട് ഹരിശങ്കറാണ് പാടിയത്. രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ മെലഡി മരിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, ഒന്നുമില്ല, ഇതൊക്കെ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പടം ഹിറ്റാവാത്തതുകൊണ്ട് ഈ പാട്ട് ആഘോഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് രസമുള്ളൊരു പാട്ടാണ്. ഞാൻ ഈ പറയുന്ന പോലെ പാട്ടിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നടക്കുന്ന ഒരാളല്ല, പക്ഷെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് പറയുന്ന സാധനമില്ലേ, അത് രസമുള്ളൊരു പാട്ടായിരുന്നു കേട്ടോ. എന്നിട്ടും അത് ഹിറ്റാവാതെ പോയെന്നുള്ളത്. പക്ഷെ അത് പറയുമ്പോൾ എനിക്ക് സന്തോഷം. അറ്റ്ലീസ്റ്റ് അത് പിക്ക് ചെയ്ത് ആ പാട്ടിനെ കുറിച്ച് എടുത്ത് ചേട്ടൻ പറയുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ആ ഒരു ക്രിയേഷനും വേസ്റ്റ് ആവില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം നമ്മൾ ആ പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പൂമുത്തോളം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കേരളം മുഴുവൻ അത് പാടി നടക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഉയരുന്നാഥനെ ചെയ്യുമ്പോൾ വിചാരിച്ചിട്ടില്ല, കണ്ണത്ത ദൂരം വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളെ ചെയ്യുമ്പോഴും വിചാരിച്ചിട്ടില്ല. പടം ഹിറ്റായിരുന്നു, അത് സൂപ്പർ ഹിറ്റ്. പേസ് മഴ എങ്ങനെയാണ് പടം ഹിറ്റ്, സൂപ്പർ ഹിറ്റ് അല്ല പടം, ആൾക്കാർ അറിഞ്ഞ പടമല്ല അധികം, പക്ഷെ പേസ് മഴയെ എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടായി മാറിയത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ്. പക്ഷേ ഈ പടവും കൂടെ വിജയിക്കുമ്പോഴാണ് ഞാൻ എന്ന ടെക്നീഷ്യൻ ഹാപ്പി ആവുന്നത്. നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയും കൂടെ വിജയിച്ച് പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ഹാപ്പി ആവുന്നത്.